സെക്ഷനിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ 8 LED-കൾ മൈക്രോ കൺട്രോളറിന്റെ പോർട്ടിലേക്ക് കണക്ട് ചെയ്യാനും ഒരു സ്വിച്ച് ഉപയോഗിച്ച് അതിന് ബ്ലിങ്ക് ചെയ്യാനും പഠിക്കും. മൈക്രോ കൺട്രോളർ എന്നത് റാമും റോമും മെമ്മറി ഉള്ള ഒരു പ്രൊസസ്സർ അടക്കം ചെയ്ത ഒരു ചെറിയ കമ്പ്യൂട്ടർ പോലെ കണക്കാവുന്ന ഒരു കമ്പോണന്റ് ആണ്. ലക്ഷ്യങ്ങൾ. ഈ സെഷന്റെ അവസാനം നിങ്ങൾക്ക് സാധ്യമാകുന്നവ: ഒരു സ്വിച്ച് ഉപയോഗിച്ച് 8 LED-കൾ ബ്ലിങ്ക് ചെയ്യാൻ പ്രോഗ്രാം എൻ്റർ ചെയ്യുക. അത് മൈക്രോ കൺട്രോളർ ട്രെയിനർ കിറ്റിൽ റൺ ചെയ്യുക. പോർട്ട് 2 വഴി റിസൾട്ട് പരിശോധിച്ച് ഒബ്സർവേഷൻ റെക്കോർഡ് ചെയ്യുക. അടുത്തതായി 8 LED-കൾ പോർട്ടിലേക്ക് കണക്ട് ചെയ്യുന്നതിന് ആവശ്യമായ ടൂളുകളും എക്യുപ്മെന്റും ഏവയെന്നും 8051 മൈക്രോ കൺട്രോളറുകൾ ഉപയോഗിച്ച് ഒരു സ്വിച്ചുമായി LED ബ്ലിങ്ക് ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഇതിനായി നിങ്ങൾക്ക് ഇനി പറയുന്ന ടൂളുകളും എക്യുപ്മെന്റും ആവശ്യമാണ്: PC അല്ലെങ്കിൽ ലാപ്ടോപ്പ് 1 നമ്പർ, മൈക്രോ കൺട്രോളർ കിറ്റ് 1 നമ്പർ, USB കേബിൾ 1 നമ്പർ, FRC കേബിൾ 2 നമ്പർ, ഫ്ലാഷ് മാജിക് സോഫ്റ്റ്വെയർ, കെയിൽ മൈക്രോവിഷൻ സോഫ്റ്റ്വെയർ. 8 LED-കൾ പോർട്ടിലേക്ക് കണക്ട് ചെയ്യുന്നതിനും 8051 മൈക്രോ കൺട്രോളർ ഉപയോഗിച്ച് ഒരു സ്വിച്ച് ഉപയോഗിച്ച് LED ബ്ലിങ്ക് ചെയ്യുന്നതിനുമുള്ള പ്രൊസീജിയർ നോക്കാം. ഇതിൽ 3 സ്റ്റെപ്പുകൾ ഉൾപ്പെടുന്നു. സ്റ്റെപ്പ് 1: KEIL സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് 8051 മൈക്രോ കൺട്രോളറിനായുള്ള പ്രോഗ്രാം എഴുതുക. സ്റ്റെപ്പ് 2: ഫ്ലാഷ് മാജിക് സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് കൺവേർട്ടഡ് ഫയൽ മൈക്രോ കൺട്രോളർ IC-യിലേക്ക് ബേൺ ചെയ്യുക. സ്റ്റെപ്പ് 3: ഹാർഡ്വെയർ കണക്ട് ചെയ്ത് സർക്യൂട്ട് അസംബിൾ ചെയ്യുക. ഔട്ട്പുട്ട് എക്സിക്യൂട്ട് ചെയ്യുക. ഇനി നമ്മൾ കെയിൽ മൈക്രോവിഷൻ സോഫ്റ്റ്വെയർ എന്ന സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് പ്രോഗ്രാം റൺ ചെയ്യും. കമ്പ്യൂട്ടർ സ്വിച്ച് ഓൺ ചെയ്ത് കെയിൽ മൈക്രോവിഷൻ സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്യുക. നിങ്ങൾ സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്തു കഴിഞ്ഞാൽ പ്രൊജക്റ്റിൽ ക്ലിക്ക് ചെയ്ത് പുതിയ മൈക്രോവിഷൻ പ്രോജക്റ്റ് സെലക്ട് ചെയ്യുക. പ്രോഗ്രാം റൈറ്റ് ചെയ്യുന്ന 8051 മൈക്രോ കൺട്രോളർ എന്ന ഫോൾഡറിൽ പ്രോഗ്രാം സേവ് ചെയ്യുക. പ്രൊജക്റ്റ് അനുസരിച്ച് ഫയൽ നെയിം ക്രിയേറ്റ് ചെയ്യുക. ഇവിടെ അതിനെ 8 LED ബ്ലിങ്കിങ് യൂസിംഗ് 1 സ്വിച്ച് എന്നാണ് പേരിട്ടിരിക്കുന്നത്. പ്രൊസീഡ് ചെയ്യാൻ സേവ് ക്ലിക്ക് ചെയ്യുക. മൈക്രോ കൺട്രോളർ സെലക്ട് ചെയ്യാൻ ഒരു ടാബ് പോപ്പപ്പ് ദൃശ്യമാകുന്നു. ഇവിടെ 8051 മൈക്രോ കൺട്രോളർ ഉപയോഗിക്കുന്നു. ഡാറ്റാബേസിൽ നിന്ന് AT89C51 സെലക്ട് ചെയ്ത് OK ക്ലിക്ക് ചെയ്യുക. സ്റ്റാർട്ട് ഫയലിനായി നോ ക്ലിക്ക് ചെയ്യുക. സ്ക്രീനിന്റെ ഇടതുവശത്ത് പ്രോജക്റ്റ് എന്ന ടാബ് ദൃശ്യമാകുന്നു. ടാർഗറ്റിന് സമീപമുള്ള പ്ലസ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ സോഴ്സ് ഗ്രൂപ്പ് ഓപ്പൺ ചെയ്യുന്നു. സോഴ്സ് ഗ്രൂപ്പിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഗ്രൂപ്പിലേക്ക് ന്യൂ ഐറ്റം ആഡ് ചെയ്യുക. സോഴ്സ് ഗ്രൂപ്പ് 1 സെലക്ട് ചെയ്യുക. നമ്മൾ പ്രോഗ്രാം അസംബ്ലി ലാംഗ്വേജിൽ റൈറ്റ് ചെയ്യുന്നതിനാൽ .sm ഫയൽ സെലക്ട് ചെയ്യുക. ഫയലിന് ഇവിടെ പേര് നൽകുക. ഒരു സ്വിച്ച് ഉപയോഗിച്ച് 8 LED ബ്ലിങ്കിങ് എന്നാണ് ഇതിന് പേര് നൽകിയിരിക്കുന്നത്. സോഴ്സ് ഗ്രൂപ്പ് 1ലേക്ക് ചേർക്കുന്നതിന് ആഡ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ക്രിയേറ്റ് ചെയ്ത .sm ഫയലിൽ പ്രോഗ്രാം എൻ്റർ ചെയ്യാൻ ആരംഭിക്കുക. ഇതിനർത്ഥം കോഡിന്റെ ഒറിജിൻ 00H എന്ന അഡ്രസ്സിലേക്ക് സെറ്റ് ചെയ്യുന്നു എന്നാണ്. ഇവിടെ L1 പ്രവർത്തനം നടത്തുന്നതിനുള്ള ഒരു ലൂപ്പാണ്. ഇപ്പോൾ നമ്മൾ പോർട്ട് 1ന്റെ വാല്യൂ അക്യുമുലേറ്റർ രജിസ്റ്റർ Aയിലേക്ക് നീക്കുകയാണ്. ഇത് ഒരു ഇൻപുട്ട് പോർട്ടായി പ്രവർത്തിക്കുന്നു. ANL എന്നാൽ #01H 00000001 അക്യുമുലേറ്റർ A എന്നിവയുമായുള്ള ബിറ്റ് വൈസ് AND ഓപ്പറേഷൻ എന്നാണ്. അക്യുമുലേറ്റർ A0 എങ്കിൽ L1 ലേബലിലേക്ക് ജമ്പ് ചെയ്യുക എന്നാണ് JZ അർത്ഥമാക്കുന്നത്. മൂവ് A, #OFFH ഇപ്പോൾ ഹെക്സാഡെസിമൽ മൂല്യം FF അക്യുമുലേറ്റർ രജിസ്റ്ററിലേക്ക് A നീക്കുക. ഹെക്സാഡെസിമൽ മൂല്യം അനുസരിച്ച് LED-കൾ മിന്നിമറയുന്നു. മൂവ് P2, A അക്യുമുലേറ്ററിന്റെ A വാല്യൂ പോർട്ട് 2ലേക്ക് നീക്കുന്നതിന് ഇത് ഡിഫൈൻ ചെയ്യുന്നു. ഈ പോർട്ട് ഒരു ഔട്ട്പുട്ട് പോർട്ടായി പ്രവർത്തിക്കുന്നു.
മൂവ് എ #00H ഹെക്സാഡെസിമൽ വാല്യൂ 00H അക്യുമുലേറ്റർ രജിസ്റ്ററിലേക്ക് നീക്കുക. മൂവ് P2, A നമ്മൾ അക്യുമുലേറ്റർ എ വാല്യൂ പോർട്ട് 2ലേക്ക് മൂവ് ചെയ്യുകയാണ്. നൽകിയിരിക്കുന്ന ഹെക്സാഡെസിമൽ വാല്യൂ അനുസരിച്ച് ഇത് ഔട്ട്പുട്ട് ഡിസ്പ്ലേ ചെയ്യും. എ കോൾ ഡിലേ. അടുത്ത ആക്ഷന് മുമ്പ് കോളിംഗ് സബ്റൂട്ടീൻ ഡിലേ എന്നാണ് ഇതിനർത്ഥം. SJMP L1. ഇപ്പോൾ SJMP എന്നാൽ ഷോർട്ട് ജംപ് ഫോർ ഇൻഡെഫിനിറ്റി ലൂപ്പ് ജംപ് ടു ദ ലൂപ്പ് എന്നാണ് അർത്ഥം. ഡിലേ മൂവ് R0, #0FFH. മുൻപത്തെ വരികളിൽ ഡിലേ എന്ന് വിളിച്ചിട്ടുണ്ട്. ഡിലേ പ്രോഗ്രാം റൈറ്റ് ചെയ്യാൻ ആരംഭിക്കുക. ഹെക്സാഡെസിമൽ വാല്യൂ 0FFH രജിസ്റ്റർ ROയിലേക്ക് മൂവ് ചെയ്യുക. L2 മൂവ് R1, #0FFH ഹെക്സാഡെസിമൽ വാല്യൂ 0FFH രജിസ്റ്റർ R1ലേക്ക് മൂവ് ചെയ്യുക. L3 DJNZ R1, L3 ഡിക്രിമെന്റ് R1നായി ഒരു ലൂപ്പ് ക്രിയേറ്റ് ചെയ്യുക. 0 അല്ലെങ്കിൽ L3യിലേക്ക് ജമ്പ് ചെയ്യുക. 0 അല്ലെങ്കിൽ RO ഡിക്രിമെന്റ് ചെയ്യുകയും L2ലേക്ക് ജമ്പ് ചെയ്യുകയും ചെയ്യുക. RET റിട്ടേൺ ഫ്രെയിം സബ്റൂട്ടീൻ. എൻഡ് ഓഫ് ദി പ്രോഗ്രാം. ഇപ്പോൾ ടാർഗറ്റിലേക്ക് നാവിഗേറ്റ് ചെയ്ത് റൈറ്റ് ക്ലിക്ക് ചെയ്ത് ടാർഗറ്റിനുള്ള ഓപ്ഷനുകൾ ടാർഗറ്റ് 1 സെലക്ട് ചെയ്യുക. ഫ്രീക്വൻസി 11.052 MHz ആയി ചേഞ്ച് ചെയ്യുക. ബോക്സ് ഓഫ് ദ യൂസ് ഓൺ ചീപ്പ് റോം സെലക്ട് ചെയ്യുക. ഇപ്പോൾ മെനുവിലേക്ക് പോയി ഔട്ട്പുട്ട് സെലക്ട് ചെയ്യുക. എക്സിക്യൂട്ടബിളിന്റെ പേരിൽ ഹെക്സ് ഫയലിന്റെ പേര് എൻ്റർ ചെയ്യുക. ഇവിടെ 8 LED ഒരു സ്വിച്ച് ബ്ലിങ്കിംഗ് ചെയ്യുന്നു. ക്രിയേറ്റ് ഹെക്സ് ഫയലിന്റെ ബോക്സ് സെലക്ട് ചെയ്ത് തുടരുന്നതിന് OK ക്ലിക്ക് ചെയ്യുക. മെനുവിലേക്ക് നാവിഗേറ്റ് ചെയ്ത് ട്രാൻസ്ലേറ്റ് സെലക്ട് ചെയ്ത് ഏതെങ്കിലും എററുകളോ വാർണിംഗുകളോ ഉണ്ടോ എന്ന് പരിശോധിക്കുക. ബിൽഡ് ഔട്ട്പുട്ടിൽ ഇത് എററുകളുടെയും വാർണിംഗുകളുടെയും കാണിക്കും. ഇപ്പോൾ ട്രാൻസ്ലേറ്റ് എന്നതിന് അടുത്തതായി പേരുള്ള ഒരു ഐക്കൺ ഉണ്ട്. ബിൽഡ് ടാർഗറ്റിൽ ക്ലിക്ക് ചെയ്യുക. ബിൽഡ് ഔട്ട്പുട്ടിൽ 8 LED ബ്ലിങ്കിംഗ് 1 എന്നതിൽ നിന്ന് ഹെക്സ് ഫയൽ ക്രിയേറ്റ് ചെയ്യുന്നു. 8 LED ബ്ലിങ്കിംഗ് 1 സ്വിച്ച്, 0 എറർ, 0 വാർണിംഗുകൾ. സോഫ്റ്റ്വെയറിൽ പ്രോഗ്രാം എൻ്റർ ചെയ്ത ശേഷം മൈക്രോ കൺട്രോളർ കിറ്റ് ടേൺ ഓൺ ചെയ്യുക. ഇപ്പോൾ USB കേബിൾ ഉപയോഗിച്ച് മൈക്രോ കൺട്രോളർ കിറ്റിലേക്ക് ലാപ്ടോപ്പ് കണക്ട് ചെയ്യുക. കേബിളിന്റെ ഒരറ്റം ലാപ്ടോപ്പിലേക്കും മറ്റേ അറ്റം മൈക്രോ കൺട്രോളർ കിറ്റിലേക്കും കണക്ട് ചെയ്യുക. ഇപ്പോൾ കീബോർഡിലെ വിൻഡോസിൽ ക്ലിക്ക് ചെയ്ത് കോഡ് ബേൺ ചെയ്താൽ ഫ്ലാഷ് മാജിക് എന്ന് ടൈപ്പ് ചെയ്യുക. ഇപ്പോൾ സ്റ്റെപ്പ് 1ൽ മൈക്രോ കൺട്രോളർ സെലക്ട് ചെയ്യുക. മൈക്രോ കൺട്രോളർ സ്പെസിഫിക്കേഷൻ കിറ്റുകൾ തോറും വ്യത്യാസപ്പെടും. ഇവിടെ നമ്മൾ 89V51 RD2 ഉപയോഗിക്കുന്നു. ഇപ്പോൾ കോം പോർട്ട് സെലക്ട് ചെയ്യുന്നതിന് വിൻഡോസിൽ ക്ലിക്ക് ചെയ്ത് ഡിവൈസ് മാനേജർ എന്ന് ടൈപ്പ് ചെയ്യുക. പോർട്ടുകളിലേക്ക് COM and LPT നാവിഗേറ്റ് ചെയ്ത് പോർട്ട് പരിശോധിക്കുക. ഇവിടെ അത് COM20 ആണ്. ഇപ്പോൾ ഫ്ലാഷ് മാജിക് ഓപ്പൺ ചെയ്യുക. COM പോർട്ട് COM20 ആയി സെലക്ട് ചെയ്യുക. ഇത് കിറ്റുകൾ തോറും വ്യത്യാസപ്പെടും. ബൗഡ് റേറ്റ് 9600 ആയും ഇന്റർഫേസ് നൺ ആയും സെലക്ട് ചെയ്യുക. കിറ്റിൽ മുമ്പ് ചെയ്ത എല്ലാ പ്രോഗ്രാമുകളും എറേസ് ചെയ്യുന്നതിന് എല്ലാ ഫ്ലാഷുകളും എറേസ് ചെയ്യുക എന്ന ബോക്സിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ സ്റ്റെപ്പ് 3 ഫോംവെയറിലേക്ക് പോയി സൃഷ്ടിച്ച ഹെക്സ് ഫയൽ ബ്രൗസ് ചെയ്ത് ഹെക്സ് ഫയൽ സെലക്ട് ചെയ്യുക. സ്റ്റെപ്പ് 5ലേക്ക് നാവിഗേറ്റ് ചെയ്ത് ക്ലിക്ക് ചെയ്യുക. കിറ്റിലേക്ക് പ്രോഗ്രാം ഡംപ് ചെയ്യാൻ മൈക്രോ കൺട്രോളർ കിറ്റിലെ റീസെറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. പ്രോഗ്രാം അനുസരിച്ച് പോർട്ടുകൾ കണക്ട് ചെയ്യുക. കിറ്റിലെ പോർട്ടുകൾ, സ്വിച്ച്, LED എന്നിവ കണ്ടെത്തുക. പോർട്ടുകൾ കണക്ട് ചെയ്യുന്നതിന് FRC കേബിളുകൾ ഫീമെയിൽ മുതൽ ഫീമെയിൽ വരെ ഉപയോഗിക്കുക.
ഇവിടെ പോർട്ട് 1 സ്വിച്ചിലേക്കും പോർട്ട് 2 LED-യിലേക്കും കണക്ട് ചെയ്തിരിക്കുന്നു. ഇപ്പോൾ പ്രോഗ്രാം ബേൺ ചെയ്യാൻ വീണ്ടും റീസെറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. പ്രോഗ്രാം അനുസരിച്ച് നമ്മൾ 0000000101H നൽകി. ഇതിനർത്ഥം ബിറ്റ് 0 സ്വിച്ച് മാത്രമേ LED-കളെ കൺട്രോൾ ചെയ്യൂ. മറ്റു സ്വിച്ചുകൾ LED-കളെ കൺട്രോൾ ചെയ്യില്ല. നമ്മൾ ബിറ്റ് 0 സെറ്റ് ചെയ്താൽ ഹൈയിലേക്ക് മാറുക. പ്രോഗ്രാം അനുസരിച്ച് LED ബ്ലിങ്ക് ചെയ്യും. പ്രോഗ്രാമിൽ സ്വിച്ച് എപ്പോഴാണ് ഹൈ എന്ന് നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്നു. LED-കൾ FFലും 00യിലും ഡിലേ ഉണ്ടായേക്കാം. നമ്മൾ ബിറ്റ് 0 സ്വിച്ച് ലോയിലേക്ക് ടോഗിൾ ചെയ്താൽ ഔട്ട്പുട്ട് LED-യിൽ ഒരു മാറ്റമുണ്ടെന്ന് നമുക്ക് കാണാൻ കഴിയും. പ്രോഗ്രാം അനുസരിച്ച് എല്ലാ LED-കളും ഓഫാണ്. ഇനി നമുക്ക് LED-കൾ ബ്ലിങ്ക് ചെയ്യുന്നതിനുള്ള കൺട്രോളിംഗ് സ്വിച്ച് ചേഞ്ച് ചെയ്യാൻ ശ്രമിക്കാം. ANL ഓപ്പറേഷനിൽ ഹെക്സ് ഡെസിമൽ വാല്യൂ 10H എന്നും LED-കൾ ബ്ലിങ്ക് ചെയ്യുന്നത് 0FFH എന്നും കയ്യിൽ സോഫ്റ്റ്വെയർ 00H എന്നും നൽകുക. ടാർഗറ്റ് ബിൽഡ് ചെയ്യുക. ഫ്ലാഷ് മാജിക് ഓപ്പൺ ചെയ്ത് അപ്ഡേറ്റ് ചെയ്ത ഹെക്സ് ഫയൽ ബ്രൗസ് ചെയ്ത് പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യാൻ ആരംഭിക്കുക. പ്രോഗ്രാം ഡംപ് ചെയ്യാൻ റീസെറ്റ് ക്ലിക്ക് ചെയ്യുക. വീണ്ടും പ്രോഗ്രാം ബേൺ ചെയ്യാൻ റീസെറ്റ് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ബിറ്റ് 4 സ്വിച്ച് ഹൈയിലേക്ക് ടോഗിൾ ചെയ്യുക. പാറ്റേണുകളിൽ LED ബ്ലിങ്ക് ചെയ്യുന്നത് കാണുക. ഇപ്പോൾ ബിറ്റ് 4 ലോ ടോഗിൾ ചെയ്ത് LED നിരീക്ഷിക്കുക. അത് ഓഫ് സ്റ്റേറ്റിലായിരിക്കും. ഇപ്പോൾ മറ്റ് സ്വിച്ചുകൾ ടോഗിൾ ചെയ്യുക. ഔട്ട്പുട്ട് LED സ്റ്റേറ്റിൽ മാറ്റമൊന്നും ഉണ്ടാകില്ല. ഇനി നമുക്ക് LED-കൾ ബ്ലിങ്ക് ചെയ്യുന്നതിനുള്ള കൺട്രോളിംഗ് സ്വിച്ച് ചേഞ്ച് ചെയ്യാൻ ശ്രമിക്കാം. ANL ഓപ്പറേഷനിൽ ഹെക്സ് ഡെസിമൽ മൂല്യം 02H ആയി നൽകിയും LED-യിലെ ബ്ലിങ്ക് 0AAH ആയും കെയിൽ സോഫ്റ്റ്വെയറിൽ 055H ആയും ചേഞ്ച് ചെയ്യുക. ടാർഗറ്റ് ബിൽഡ് ചെയ്യുക. ഫ്ലാഷ് മാജിക് ഓപ്പൺ ചെയ്ത് അപ്ഡേറ്റ് ചെയ്ത ഹെക്സ് ഫയൽ ബ്രൗസ് ചെയ്ത് പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യാൻ ആരംഭിക്കുക. പ്രോഗ്രാം ഡംപ് ചെയ്യാൻ റീസെറ്റ് ക്ലിക്ക് ചെയ്യുക. വീണ്ടും പ്രോഗ്രാം ബേൺ ചെയ്യാൻ റീസെറ്റ് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ബിറ്റ് 1 സ്വിച്ച് ഹൈയിലേക്ക് ടോഗിൾ ചെയ്ത് LED-കൾ കാണുക. ഇത് AA55 പാറ്റേണുകളിൽ ബ്ലിങ്ക് ചെയ്യുന്നു. ഇപ്പോൾ ബിറ്റ് 1 ലോയിലേക്ക് ടോഗിൾ ചെയ്ത് പാറ്റേൺ ഒബ്സർവ് ചെയ്യുക. ഇപ്പോൾ മറ്റു സ്വിച്ചുകൾ ടോഗിൾ ചെയ്യുക. ഔട്ട്പുട്ട് LED സ്റ്റേറ്റിൽ മാറ്റമൊന്നും ഉണ്ടാകില്ല. ഇത് ഈ സെഷന്റെ അവസാനമായിരിക്കുന്നു. ഈ സെഷനിൽ നമ്മൾ പഠിച്ചത് സ്വിച്ച് ഉപയോഗിച്ച് ബ്ലിങ്ക് ചെയ്യുന്നതിനുള്ള LED പ്രോഗ്രാം ചെയ്യാൻ 8051 മൈക്രോ കൺട്രോളർ ഉപയോഗിച്ച് സ്വിച്ച് ഉള്ള LED-യുടെ ഡിസൈൻ ചെയ്യാൻ. ശ്രദ്ധിച്ചതിന് നന്ദി. അടുത്ത സെഷനിൽ വീണ്ടും കാണാം.